ഹലോ ഗൈസ്, ഞാൻ വളരെ സന്തോഷത്തിലൊരു കാര്യം നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സ്റ്റോറീസും സ്റ്റാറ്റസൊക്കെ കണ്ട എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണുമായിരിക്കും എന്തായിരിക്കും എന്നുള്ള കാര്യം. നമ്മുടെ യൂട്യൂബേഴ്സിനെല്ലാവരും ഒരു മീറ്റപ്പ് ജെറിച്ചേട്ടനും വിജയ മച്ചാനും വെച്ചായിരുന്നു. വിജയ മച്ചാൻ എന്നെ ആ പ്രോഗ്രാമിലോട്ട് പങ്കെടുപ്പിക്കാൻ വിളിച്ചായിരുന്നു. അപ്പം ജെറിച്ചേട്ടൻ്റെ ജെറി സ്പൈസസ് സി ജാർസിൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം കൂടിയായിരുന്നു. കിട്ടിലൻ പ്രോഗ്രാമാണ്. DJDKയുടെ പ്രോഗ്രാമൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ആളെ സൗണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിതിൽ പങ്കെടുക്കാൻ എങ്ങനെ പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് യാസി എന്ന് പറഞ്ഞു. യാസിയുടെ ഫ്രണ്ടാണ് വിഘ്നേഷ്. വിഘ്നേഷിനെ ആദ്യം എന്നെ പരിചയപ്പെടുന്നു. വിഘ്നേഷിനെ കൊണ്ട് ഒരു ചാനൽ തുടങ്ങുന്നു. ഞങ്ങൾ യൂട്യൂബ് അവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നു. അതിൻ്റെ അകത്ത് വിജയ മച്ചാനെ ആഡ് ചെയ്യുന്നു. അങ്ങനെ വിജയ മച്ചാനോട്ടൊക്കെ കമ്പനിയാകുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഗ്രാമിലോട്ട് എത്തുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുമെന്നോ ഇത്ര ആളുകളെ കാണാൻ പറ്റുമെന്നോ ഞാൻ ജീവിതത്തിൽ വിചാരിച്ച ഒരാളല്ല. കാരണം എൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്താ പറയുക, ഇത്രയും കുറഞ്ഞ സബ്ബും കുറഞ്ഞ എന്താ പറയുക ഫോളോവേഴ്സും വെച്ച് ഇതുപോലെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നെനിക്ക് നന്നായി അറിയാമായിരുന്നു. അപ്പം വിജയ മച്ചാൻ ഈ പ്രോഗ്രാം കണ്ടെത്തിയേക്കുന്നു. നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്നവരും, അതായത് ഒത്തിരി കഷ്ടപ്പെട്ട് റീച്ചില്ലാത്ത ആളുകളെ മാത്രം കണ്ടെത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അങ്ങനെയാണ് ഈ പ്രോഗ്രാമിലെത്തിയത്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കിഡിലൻ ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കൊല്ലം വഴി ചെങ്ങന്നൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊല്ലക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഈ റെസ്റ്റോറൻറ്റിൽ പോകണം. നല്ല കിഡിലൻ ഫുഡുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ കുറച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വിജയ മച്ചാൻ എത്തി. വിജയ മച്ചാൻ എന്താ പറയുക, അടിപൊളി ലുക്കിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ മച്ച എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് ആളുകൾക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നീതു ഉണ്ട്, പിന്നെ ഡോക്ടർ ചൈത്ര മാം ഉണ്ട്, പിന്നെ നമ്മുടെ ഫുഡ് ബ്ലോഗറുടെ എല്ലാം മെയിനായിട്ടുള്ള സ്വർഗം എന്ന് പറയുന്ന നമ്മുടെ മുകേഷ് ഏട്ടനും വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി. എന്താ പറയുക, എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റി. ഇങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പം എന്താ പറയുക, ഒത്തിരി ബന്ധങ്ങൾ നമുക്ക് കിട്ടുവാണ്. അതിലുപരി നമ്മുടെ വളർച്ചയ്ക്ക് ഒത്തിരി സപ്പോർട്ട് ഇവരെല്ലാം തരും. വിജയ് പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തരും. ഇതുപോലുള്ള പ്രോഗ്രാംസ് എല്ലാം ഇനി കണ്ടക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വിജയ് വെച്ചാൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രത്തോളം എന്നെ ഈ പ്രോഗ്രാമിൽ എത്തിക്കാൻ എന്താ പറയുക സപ്പോർട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിലൂടെ തന്നെ കണ്ടുപോകാം. ഞാൻ വിജയ മച്ചാൻ്റെ അടുത്ത് നിന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചതിന് മനസ്സിലായി, എടാ കള്ള നീ വീഡിയോ എടുക്കുവാണല്ലേ എന്നൊക്കെ ചോദിച്ച് നല്ല അടിപൊളി തമാശയ്ക്കാണ്. ഞാൻ ആ ഓഡിയോയിലെ തെറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി കമ്പനിയുള്ള ആളാട്ടോ. കാരണം ആളത്രയും സ്ട്രഗിൾ ചെയ്ത് വളർന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ട്രഗിൾ ചെയ്യുന്നവരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, ഈ ജെറി എന്ന് പറയുന്ന ഇതിൻ്റെ ഓണർ അതുപോലെ സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. പിന്നെ നമ്മുടെ ആലിയൻസ് പോലെ ശരത്തുണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്. തൊപ്പിക്കാരനുണ്ട്, ആലപ്പി വ്ളോഗ്സ് ഉണ്ട്. അങ്ങനെ കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റി, എല്ലാവരോടും കമ്പനിയാകാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും എന്താ പറയുക അടിപൊളി ഫോട്ടോസ് എടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ ശ്രീജിത്ത് ഫോക്കസ് എന്ന് പറയുന്ന നമ്മുടെ ശ്രീജിത്ത്. നല്ല അടിപൊളി കമ്പനിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂസിലൊക്കെ എല്ലാവരും കണ്ടിട്ടാണ് ക്യാറ്റ് ഒരു ആക്സിഡൻറ്റിന് ശേഷം ഒരു കൈ പാരലൈസിലായിട്ടുള്ള ആളാണ്. കൃത്യമായി നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അതിനുശേഷം നമ്മുടെ ഡോക്ടർ ചൈത്ര മാം എത്തി. നല്ല അടിപൊളിയാണ് കാണാൻ. നല്ല അടിപൊളി സാരിലൊക്കെ നല്ല അടിപൊളി കോസ്റ്റ്യൂമിൽ ആളെത്തിയിട്ടുണ്ട്. ആൾ സിമ്പിളാണ് കേട്ടോ. കാണുന്ന പോലെയൊന്നുമല്ല, കാണുന്ന വീഡിയോയിലെ പോലെയൊന്നുമല്ല. ആൾ ഒരു ജാടയും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഒരാളാണ്. അതിനുശേഷം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് മുകേഷ് ഏട്ടൻ ഏകദേശം 8 മണിയായപ്പോഴാണ് എത്തിയത്. അദ്ദേഹത്തിന് എന്താ പറയുക കുറേ പ്രോഗ്രാമും ഷെഡ്യൂളും കാര്യങ്ങളും ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എത്തിയത്. നമുക്ക് ആ സമയം നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തൊട്ട് സൈഡിൽ നിന്ന് കുറേ കിളികളൊക്കെ ചിലയ്ക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വന്നിരുന്നാണ് സൗണ്ട് കൊടുത്തത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. സ്പോട്ട് ഡബ്ബിങ്ങിന് മൈക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യാത്ത. ഐഫോണിൽ സ്പോട്ട് ഡബ്ബിങ് ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടെ ക്ലിയർ എന്താ പറയുക പുറമേ നിന്നുള്ള സൗണ്ടുകൾ പറഞ്ഞ് നമ്മൾ സൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മൈക്ക് വേണം. അത് എന്താ പറയുക ഉടനടി തന്നെ വരും. അതിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം ചൈത്രമാമോട് സംസാരിച്ചു. ക്യാറ്റ് വന്ന് ചൈത്രമാമോട് സംസാരിച്ചു. പിന്നെ നമ്മളെല്ലാവരോടും കൂടി ഇന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. അതെല്ലാം നമ്മുടെ പേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. വിജയുടെ കാര്യം എനിക്കറിയില്ല, എന്ത് വാക്കുകളാണ് പറഞ്ഞ് എക്സ്പ്ലോർ ചെയ്ത് തരുന്നത് വിജയ മച്ചാനെ പറ്റി പറയാൻ എനിക്ക് പറ്റുന്നില്ല. അത്രത്തോളം എന്താ പറയുക സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. എൻ്റെ ലൈഫിൽ ഇത്രയും എന്നെ എന്താ പറയുക ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത ഒരാളെ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം നിന്നെ ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കും എന്ന് തന്നെ എന്നോട് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക നമ്മൾ പങ്കെടുക്കണം എന്നുള്ളതിലുള്ള നമ്മളെ ക്ഷണിച്ചുകൊണ്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും എല്ലാം ജെറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആളും നല്ല നൈസ് മനുഷ്യനാണ് കേട്ടോ.
പിന്നെ നമ്മുടെ തൊപ്പിക്കാരൻ ഇവിടെ ഇരിപ്പുണ്ട്, അത് ശരത്ത്, അളിയൻസ് വ്ലോഗ്, നമ്മുടെ ഫോക്കസ്, നമ്മുടെ ശ്രീതേട്ടൻ, അങ്ങനെ എല്ലാവരും തന്നെ വന്നെത്തിയിട്ടുണ്ട്. മുകേഷ് ഏട്ടൻ്റെ വരവിനായിട്ട് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എല്ലാവരും കമ്പനിയാണ് കേട്ടോ, എല്ലാവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഒത്തിരി ടൈം നല്ലൊരു, അതായത് ഞാൻ ഏകദേശം ഒരു 4-5 മണിക്കൂറോളം എനിക്ക് എല്ലാവരോടും സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ അഫ്സൽ, അച്ചായനെയൊക്കെ തന്നെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ എല്ലാവർക്കും തന്നെ അറിയാം അത്രത്തോളം. പിന്നെ നമ്മുടെ മീശ പിന്നെ കുറേ കേസുകളും കാര്യങ്ങളൊക്കെ വന്ന് മൊത്തത്തിൽ വൈറലായിട്ടിരിക്കുന്ന മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ കുറേ പേര് നെഗറ്റീവ് കമൻറ്റൊക്കെ നീലക്കോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിലിട്ടിരുന്നു. അതൊന്നും ഞാൻ നോക്കുന്നില്ല, കാരണം നെഗറ്റീവുകൾ വരും, ആളെന്തോ ആയിക്കോട്ടെ, നമ്മൾ കണ്ടു സംസാരിച്ചു, അല്ലാണ്ട് വേറൊരു ബന്ധം നമുക്ക് അയാളെപ്പോലെ അല്ല നമ്മൾ എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എന്തും ആയിക്കോട്ടെ, പറയുന്നവർ പറഞ്ഞോട്ടെ എന്നുള്ള ഇതാണ്. നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയട്ടെ. പിന്നെ അളിയൻ്റെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് മീശ. അങ്ങനെ കുറേ നമ്മുടെ നീലക്കോയിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ വൈറലായി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്, അതൊന്നും ഞാൻ നോക്കാറില്ല. പിന്നെ മച്ചാന് മീശ എടുത്ത് പൊക്കുന്നൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മളുമായിട്ട് കുറച്ച് ഷൂട്ടുകളും കാര്യങ്ങളെല്ലാം എടുത്തു. അങ്ങനെ കുറേ രസകരമായ എന്താ പറയുക സംഭവങ്ങളും ഇന്നലെ ഒരു നിമിഷം സംഭവിച്ചു. ഇന്നലെ ഞാനിവിടെ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് വന്ന ലൈഫിൽ ഏറ്റവും വലിയ നഷ്ടമായി പോയത്. അങ്ങനെ ഇങ്ങോട്ട് എന്നെ പോകാൻ എന്താ പറയുക സാഹചര്യം ഒരുക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഗോവിന്ദാണ് ഇന്നലെ എൻ്റെ കൂടെ വന്നത്. പിന്നെ ഞങ്ങൾക്ക് വണ്ടിയില്ലായിരുന്നു, ക്രിസ്റ്റി വണ്ടി സഹായിച്ചു. പിന്നെ പൊന്നും എൻ്റെ അമ്മയും എല്ലാവരും മാക്സിമം സപ്പോർട്ടാണ്. പോകണമെന്ന് പറഞ്ഞ് എൻ്റെ അനിയനൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ എന്താ പറയുക കൊല്ലക്കടവ്, ചെങ്ങന്നൂരിൽ നിന്നും വരാം, അതുപോലെ തന്നെ മാവേലിക്കരയിൽ നിന്ന് കൊല്ലക്കടവ് വരാം. നല്ല കിഡിലൻ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ്, എല്ലാവരും വരണം. പിന്നെ നമ്മളെല്ലാവരും സെൽഫ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഡി കെയുടെ പെങ്ങൾ സാരംഗിയാണ് ഇന്നലത്തെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവതരിപ്പിച്ചത്. ആൾ വന്ന് നമ്മളെല്ലാവരെയും പരിചയപ്പെട്ടു. അത്യാവശ്യം നല്ല കിഡിലൻ പ്രോഗ്രാം തന്നെയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കണ്ടു തന്നെ മനസ്സിലാക്കുക. എൻ്റെ പേര് ഫൈസൽ എന്നാണ്, ഞാൻ കൊല്ലം ചടയമംഗലത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ആംബിയൻസ് ഒക്കെ കാണാൻ കഴിഞ്ഞു, ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളെയൊക്കെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിന് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ VJ മച്ചാനും അതുപോലെ തന്നെ ജോറി മച്ചാനൊക്കെ ചേർന്ന് നടത്തുന്നതെന്ന് പറഞ്ഞു, അതിലും ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലത്തെ പരിപാടികൾ എല്ലാവരും നടത്തട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഇനി ഇവിടെ കുറച്ച് പേരുണ്ട്. ആണ് ആംബിയൻസ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും, എല്ലാവരും ഉഷാറാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി ഇവിടെ കൂടിയിരിക്കുന്നവരെക്കാളും കൂടുതൽ പ്രായം ചേർന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഫൻ്റ് ആണ്. നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് ഞാൻ ഇൻഫൻ്റ് ആണ്. സോ ഐ ആം എ വെരി ന്യൂ ബോൺ ഫോൺ സ്റ്റാർ. ഓക്കെ, അപ്പോൾ VJ മച്ചാൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്നതാണ്. എല്ലാവിധ ഭാവങ്ങളും നേരെയാണ്. പരിപാടി ഗംഭീരാകട്ടെ, അടിപൊളിയാണ്. നിങ്ങൾ പറയില്ലെന്ന് എനിക്കറിയാം. എല്ലാരും വന്ന തന്നെ സർപ്രൈസ്, നമ്മള് പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു, പക്ഷെ എന്നാലും അതിലും വലുതായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വളരെ വളരെ നന്ദി. എനിക്ക് ഒത്തിരി ഒന്നും പറയാറില്ലേ. ആർക്കാണ് അഭിപ്രായം? നമുക്ക് അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ബിരിയാണിയും പൊറോട്ടയും നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല കിഡിലൻ ഫുഡായിരുന്നു. അതെല്ലാം നമ്മൾ കഴിച്ചു, 2 ഐറ്റം കഴിച്ച് നോക്കിയാൽ കിഡിലൻ ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പൊളപ്പൻ കറിയും നാവിലെ രുചിയും എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ബ്ലോഗറോട് നമുക്ക് ചോദിച്ചാൽ ഫുഡ് ആയോന്ന് പറയണേ. നിങ്ങളുടെ രുചിക്ക് ഇപ്പോൾ ഫുഡ് ആയോന്ന് പറയണേ.
പാട്ട് കൊള്ളാം കേട്ടോ. ഞാൻ എല്ലാ ദിവസവും നിങ്ങൾ ചാനൽ കുറേ സമയത്തോടെ ഞങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, ഒന്നുപോലും കാണാതിരുന്നിട്ടില്ല. അപ്പോൾ ബിരിയാണിയും അതെനിക്ക് എനിക്ക് കാണുന്നുണ്ടേ. അപ്പോൾ ബിരിയാണി, നല്ല ചിക്കൻ്റെ കാല്, പിന്നെ അതുപോട്ടാണെങ്കിൽ ഇതെന്തിനാണെന്നൊരു പിടിയില്ല അണ്ണാ. ചിക്കൻ്റെ പീസ്, നാരങ്ങ, അച്ചാറ്, വേറൊരു അച്ചാറ്. അടിപൊളി സാധനമാണ്. നിങ്ങൾ അച്ചാറിനാ വെൽക്കം ചെയ്യാവുന്നതാണ്. Come on guys. He is the CEO of Branding King and lead influencer in travel food areas. Welcome sir. Okay, അടുത്തതായിട്ട് നമ്മുടെ ഫേമസ് ഇൻഫ്ലുവൻസർ. നെക്സ്റ്റ് ഇപ്പോൾ നമ്മുടെ ഫേമസ് ഇൻഫ്ലുവൻസർ ആൻഡ് മോഡൽ ഡോക്ടർ ചൈത്ര മാമിനെ ക്ഷണിച്ചോളുന്നു. Okay, actor, model, influencer, she's everything. Welcome to the stage, ma'am. അടുത്തതായി നമ്മുടെ ഈവന്റ് തന്നെ ഗംഭീരമായി നമ്മുടെ വിജയ മച്ചാൻ. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ജെറി സി. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കാൻ കേട്ടോ. അടുത്തതായി നമ്മുടെ ഫേമസ് ഇൻഫ്ലുവൻസർ നീതു തോമസിനെ റിഞ്ചു ക്ഷണിച്ചു കൊടുക്കുന്നു. അടുത്തതായി നമ്മുടെ സ്വന്തം വിജയ മച്ചാൻ കമോൺ. സോ ഗൈസ്, നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ ഘോഷയാത്രയുടെ ഇടയിൽ പെട്ടുപോയി. പിന്നെ അവരോട് പറഞ്ഞു ഇവിടെ ഒരു അവാർഡ് നേരിട്ട് വരുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നല്ലവരായിട്ടുള്ള നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി വിട്ടതാണ്. വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഇത് കറക്റ്റ് ചെങ്ങന്നൂരല്ലേ സ്ഥലം, പ്രോപ്പർ. അപ്പോൾ ചെങ്ങന്നൂർ ഇത്രയും ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഒരു അവാർഡുണ്ട്, പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷനാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെന്ന് പറഞ്ഞപ്പോൾ ചാരുമൂട് സൈഡിലൊരു അമ്പലം. അപ്പോൾ അമ്പലത്തിലെ ആൾക്കാർ ഒരു ഘോഷയാത്ര രഥമൊക്കെ ഉണ്ടായിരുന്നു. അവർ വളരെ
പെട്ടെന്ന് തന്നെ അയച്ചു. അത് വളരെ സന്തോഷം. അല്ലെങ്കിൽ ബ്ലോക്കിൽ പെട്ട് ഒരിക്കലും ഈ സമയത്ത് ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് നല്ലവരായ നമ്മുടെ ചെങ്ങന്നൂർ നാട്ടുകാർക്ക് തന്നെ ആദ്യത്തെ ഒരു കൈയടി കൊടുക്കണം പ്ലീസ്. അല്ലെങ്കിൽ ഒരിക്കലും കൃത്യസമയത്ത് ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നു. സന്തോഷം. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇനോഗ്രേഷൻ പ്രമാണിച്ച് നമ്മുടെ നാട്ടിലുള്ള, അതായത് കേരളത്തിലുള്ള അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ട് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ കാണിച്ച ജെറിയുടെയും വിജയ് മച്ചാൻ്റെയും ഒരു നല്ല മനസ്സിന് ഞാൻ എപ്പോഴും വളരെ നല്ലൊരു സല്യൂട്ട്, നല്ലൊരു കേടി കൊടുക്കുന്നു. കാരണം ഒരുപാട് പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. കാരണം പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാതിരി അല്ലേ, ആൾക്കാർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു എല്ലാവർക്കും, അല്ലെങ്കിൽ ഇപ്പം വളരെ ഒരുപാട് റീച്ചുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടാറുണ്ട്. പക്ഷേ സാധാരണയായിട്ട് ഇപ്പോൾ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് മൈക്രോ എന്നൊക്കെ അല്ലേ ആൾക്കാർ നാനോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. എല്ലാവരും ഒരുപോലെയാണ്, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എല്ലാവരും. ഞാൻ തുടങ്ങുമ്പോഴും എനിക്ക് ആദ്യം ഒരു ഫോളോവറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഫോളോവേഴ്സും മില്യൻസും ഒക്കെ ആവുന്നത്. അപ്പം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു അവാർഡിനായിട്ട് ഇത്രയും വലിയ ആൾക്കാർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച വിജയ് മച്ചാനും ജെറിക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച് മച്ചാ. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പരിപാടി നടത്താൻ തന്നെ കാരണം മുകേഷ് ചേട്ടനാണ്. കാരണം ഒന്നും അല്ലായിരുന്ന എന്നെ സപ്പോർട്ട്, അതായത് തിരുവനന്തപുരത്ത് വിളിച്ച ഒരു സപ്പോർട്ട് തന്നൊരു മനുഷ്യനാണ് ഇങ്ങനെ. ലൈക്ക് എൻ്റെ ഒരു ജ്യേഷ്ഠനാണ്. കാരണം ഒരു ദൈവം, അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിനെ നമ്മൾ വിളിക്കാം, പക്ഷെ പുള്ളി ഇറങ്ങി വരില്ല, മനുഷ്യന്റെ രീതിയിലേ വരത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഇദ്ദേഹം. കാരണം പുള്ളി ഇല്ലാത്തപ്പം എന്താ പറയാ, ഭയങ്കരമായിട്ട് സപ്പോർട്ട് വിളിച്ചു വരുത്തിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളെയും വിളിച്ചത്. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരിക്കലും ഈ പുള്ളി എനിക്കൊരു കൈ തന്നു. അതുപോലെ തന്നെ എല്ലാ മച്ചന്മാർക്കും, അതായത് സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ മച്ചന്മാരെയും വിളിച്ചു വരുത്തി ഒരു അവാർഡ് നടത്തണമെന്ന് ഭയങ്കര എനിക്ക് ആഗ്രഹമായിരുന്നു. ആ അവാർഡ് എനിക്ക്, അതായത് ഇങ്ങനൊരു അവസരം ഉണ്ടായി തന്നെ ജെറിയാണ്. ജെറി, ഞാനിവിടെ സത്യത്തില് ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് പോകാറുണ്ട് പ്രമോഷന്. അപ്പം ഞാൻ എൻ്റെ ഈ ആഗ്രഹം ഞാൻ പറയും. അതായത് കഷ്ടപ്പെടുന്ന കുറെ മച്ചന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഞാൻ ഭയങ്കരമായിട്ട് ഫെയിൽ ചെയ്ത കേട്ടോ. അപ്പൊ അതുപോലെ അവരെ വിളിച്ചു വരുത്തി ഒരു അവാർഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ അടുത്ത സെക്കൻഡിൽ തന്നെ അളിയൻ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നു. അതായത് നടത്തിക്കൂ, ഞാൻ നോക്കിക്കോളാം ബാക്കി എല്ലാം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, എന്നോട് വിജയ് മച്ചാന് നമ്മുടെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു പ്രൊമോഷന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വിജയ് മച്ചാനെ സമീപിക്കുന്നത്. പലരെയും സമീപിച്ച് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഓപ്പണിംഗ് ഫ്രണ്ട്ലി ആണ്. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചാണ്. ഇന്ന് ഇങ്ങനൊരു പ്രസ്ഥാനം ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് വിജയ് മച്ചാൻ പറഞ്ഞു, എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരുപാട് പേര് ഇങ്ങനെ സ്ട്രഗിൾ അനുഭവിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എന്താ ഞാനും സ്ട്രഗിൾ അനുഭവിച്ചിട്ട് ആളല്ലേ, ഓക്കെ വളരട്ടെ. എനിക്ക് ഒരുപാട് കൈകൾ, ഈ ദൈവത്തെ പോലെ എനിക്ക് ഒരുപാട് ദൈവങ്ങളെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ മനുഷ്യന്റെ മനസ്സാണ് ഏറ്റവും നല്ല ദൈവം. മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് ദൈവിക കരുണ ഉണ്ടാകുന്നത്. ഞാൻ എപ്പോഴും ആ പ്രാർത്ഥനയെ നിങ്ങളെ എല്ലാവരും ഓർക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ ഓർക്കുക. നമുക്ക് ഒരുമിച്ച് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ അറിയപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഒരാള് നമ്മളെ നാളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിജയം അതാണ്. നമ്മൾ മരിക്കുമ്പോഴല്ല നമ്മളെ മനസ്സിലാക്കുന്നത്, നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളെ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മുന്നേറാം. താങ്ക് യു. ഇത്രയും പേര് എത്തുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. എന്നാലും വിജയ് മച്ചാനും പ്രത്യേകിച്ച് മുകേഷ് ചേട്ടൻ ഇച്ചിരി ലേറ്റ് ആയെങ്കിൽ പോലും എന്നാലും നമ്മുടെ ക്ഷണമനുസരിച്ച് വളരെ തിരക്കിനിടയിൽ വന്നതിന് പ്രത്യേകം താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് ഡോക്ടർ ചൈത്ര, നീതു, മറ്റുള്ള എല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, അത് വളരെ വാല്യുബിൾ ആയ വാക്കുകളായിരുന്നു. ഇനി അടുത്തതായി നമ്മുടെ ഡോക്ടർ ചരിത്ര മാം, ഇൻഫ്ലുവൻസർ ആൻഡ് മോഡൽ ആൻഡ് ആക്ട്രസ് മാം, 2 വാക്കുകൾ. അപ്പം വിജയ് മച്ചാൻ എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, അപ്പം എനിക്കറിയാം എങ്ങനെയാണ് ഇവരൊക്കെ ഗ്രോ ചെയ്തതെന്നും. അപ്പം ഇവരൊക്കെ ഒരുപാട് നമ്മളെ നാടിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഫുഡിനെ സപ്പോർട്ട് ചെയ്തിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ നമ്മളൊരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. ഈവൻ ഞാനും ഫുഡ് ബ്ലോഗ്സ് കണ്ടിട്ടാണ് ഫുഡ് കഴിക്കാൻ നല്ല റെസ്റ്റോറൻറ്റിൽ പോവാറ്, അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഈ വ്ളോഗേഴ്സിന് ഒരുപാട് എൻ്റെ ലൈഫിൽ എന്നെ പേഴ്സണലി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ്, അങ്ങനെ എല്ലാവരും. അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയതിലും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം.
എസ്പെഷ്യലി വിജയ് എന്നെ വിളിച്ചപ്പം എനിക്കിതിന്റെ ഒരു ഐഡിയ ഓഫ് ദിസ് പ്രോഗ്രാം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത്, അപ്പം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൊച്ചിയിൽ നിന്ന് കുറച്ച് ദൂരം വരണമായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഇവിടെ എത്തി. ഞാൻ ആക്ച്വലി കുറേ ദൂരത്ത് നിന്ന് വരികയാണ് ഇപ്പോൾ. അപ്പോൾ എനിക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു മാം. അടുത്തതായിട്ട് മെയിൻ ഇൻഫ്ലുവൻസർ നീതു തോമസിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നീതു. ഈ ഫംഗ്ഷന് എന്നെ ഇൻവൈറ്റ് ചെയ്തത് വിജയ് മച്ചാനാണ്. അപ്പം മച്ചാന് തന്നെ സ്പെഷ്യൽ താങ്ക്സ്. ഇത് ഞാൻ ഫസ്റ്റാണ് ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് പോകുന്നത്. ഇതിൻ്റെ മീൻസ് ഇനോഗ്രേഷൻ നടത്തുന്ന ജെറിക്കും വിജയ് മച്ചാനും ഓൾ മീൻസ് എൻ്റെ എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. ഇവിടെ എന്നെക്കാളിലും കൂടുതൽ എനിക്കിപ്പോ നല്ല ഹാപ്പി ഉണ്ട്. ഇത്ര ആൾക്കാരെല്ലാം കൂടി എന്നെക്കാളിലും കൂടുതൽ ആഗ്രഹം, അതായത് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളുണ്ട്. അതെന്റെ അമ്മയാണ് കേട്ടോ. അമ്മയൊന്ന് എണ്ണിക്കുവോ? കാരണം ഒരുപാട് പേര് ഞാൻ ഗതി പിടിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗതി പിടിക്കൂല. അന്നേരം എനിക്ക് സപ്പോർട്ട് തന്നേക്കുന്നത് എൻ്റെ അമ്മ മാത്രമാണ്. കാരണം എൻ്റെ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗൾഫിലേക്ക് വാ ജോലി ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ ഓരോ പടിയും കയറിക്കൊണ്ടിരിക്കുക, സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ട, എന്നെ പിടിച്ച് വലിക്കല്ലേ ബാക്കിലേക്ക് എന്ന് ഞാൻ പറയുന്നുണ്ട്. എൻ്റെ അമ്മയെ ഞാൻ ഒന്ന് വിളിക്കാം. ഒന്ന് കൈ അടിക്കും എല്ലാവരും. സ്വന്തം അമ്മ എവിടെ? അമ്മ എവിടെ? വിജയ മച്ചാൻ പറഞ്ഞുകൊണ്ട് എന്റെ അമ്മയാണ് എനിക്കും സപ്പോർട്ട് തന്നേക്കുന്നത്. അമ്മ വാ, രണ്ടമ്മമാർ ഒരുമിച്ച് വരാ. എല്ലാവരും നല്ലൊരു കൈ. ഞങ്ങളെ പോലെ അമ്മമാരാണ് എല്ലാവർക്കും സപ്പോർട്ട് തരുന്നത് അല്ലേ? അപ്പമാര് നമുക്ക് ബാക്കിൽ കൂടെ സപ്പോർട്ട് ആണെങ്കിൽ അമ്മമാരാണ് മുന്നിൽ നിന്ന് സപ്പോർട്ട് തരുന്നത്. രണ്ടമ്മമാരും പ്ലീസ് വെൽക്കം. ഞാൻ വിജയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മയുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മയാണ്. അമ്മ തിരുവനന്തപുരത്ത് എപ്പോ വന്നാലും വിളിക്കാറുണ്ട്, കാണാറുണ്ട്. സന്തോഷം അമ്മ. ആദ്യമായിട്ട് പരിചയപ്പെടുക കേട്ടോ. നമ്മുടെ പേര് അച്ഛൻ വന്നില്ലടാ. അച്ഛൻ വന്നില്ല. ഓക്കെ അമ്മേ, ഈ ഒരു വേദിയില് അമ്മയ്ക്ക് സന്തോഷമുണ്ടോ? ഇങ്ങ് വാ. സന്തോഷമുണ്ട്. ഒരിക്കലും ഗതി പിടിക്കൂല എന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട് കേട്ടോ. എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊന്നും ഒന്നും എത്തൂല, നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുള്ള കേട്ടോ. പക്ഷെ എനിക്കിവിടെ ഭയങ്കര സന്തോഷമുണ്ട്. എന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എനിക്ക് സന്തോഷം. എനിക്കും ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഈ നമ്മൾ ഈ പറ്റത്തില്ല എന്ന് പറയുന്നവരെ കൊണ്ട് പറ്റിക്കല്ല ഏട്ടാ, അതാണ് വേണ്ടത്. മമ്മി ഒരു വാക്ക്. ഓക്കെ അമ്മി ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞു. അമ്മയുടെ ആ അനുഗ്രഹമാണ് ജീവിതത്തിൽ എന്നും നന്മ തന്നെ. താങ്ക് യു മമ്മി, താങ്ക് യു അമ്മ. ഓക്കെ, നമുക്ക് അവാർഡ് സെറമണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ബോത്ത് അമ്മമാർ. എനിക്ക് അവാർഡ് സെറമണി തുടങ്ങുന്നതിന് മുമ്പ് ഒറ്റ നിമിഷം എന്നെ അമ്മ സപ്പോർട്ട് ചെയ്തോട്ട് എൻ്റെ ഒരു ബ്രദറോട് എന്നെ സപ്പോർട്ട് ചെയ്തത് സിനു ബ്രദർ. എന്തേ വാ സിനു അങ്ങനെ തിഞ്ചു അമ്മോ പ്ലീസ്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് സിനു ബ്രദർ. വാ, എന്തെങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടാകാൻ വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത രണ്ട് വ്യക്തികളാണ്. ഒരു കയ്യോട് കൊടുത്തേ. ഓക്കെ, താങ്ക് യു മുകേഷടാ. മുകേഷിന്റെ ഏറ്റവും വലിയ ഫാനാണ്. മുകേഷിന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടും കൂടാണ് റിഞ്ചു. വിഷ്ണുവിന്റെ ഫ്രണ്ടാണ് കേട്ടോ. നല്ലൊരു കൈയടി കൊടുക്കാം. മുഴുവൻ കൊടുത്തിട്ട് പോയാൽ മതി അല്ലേ? ചൈത്ര ഇപ്പൊ വിടണോ? കുറച്ച് പേരും കൂടെ അല്ലല്ലോ, അവരെല്ലാവർക്കും വിഷമാവും. ചൈത്ര പെട്ടെന്ന് പോയാൽ കുറച്ചു നേരം കൂടെ നിൽക്കാൻ പറ്റില്ല. അല്ലല്ല, ഹമ്പിൾ റിക്വസ്റ്റ് ആണ്, ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. കുറച്ചു നേരം കൂടെ അല്ലേ? എത്ര മൊമെന്റ് കൊടുക്കാനുണ്ട്? ഈ ഒരു 10-20 മൊമെന്റ് അല്ലേ? ഒരു മൊമെന്റേക്ക് 1 മിനിറ്റ് വെച്ച് 20 മിനിറ്റ്. ഓക്കെ പ്ലീസ് അല്ലേ? ഹമ്പിൾ റിക്വസ്റ്റ്. ഇത് വേണ്ടി കഴിഞ്ഞല്ലേ പോകുള്ളൂ. പ്ലീസ്. ഒത്തിരി ദൂരം പോവാൻ മീന്റെ ഗ്രേവി അങ്ങോട്ട് മരിച്ചിരിക്കോട്ട് അങ്ങ് ഒഴിക്കണം.
എന്റെ വോയിസ് തന്നെ കേട്ടാ. ബിജു യൂട്യൂബില് സ്റ്റാറാണ്. സ്റ്റാർ എന്ന് പറഞ്ഞപ്പോൾ സൂപ്പർ സ്റ്റാറാണ്. ഒരു കൈകൂടെ എടുക്കാം ബിജു. കാരണം ഒരുപാട് നാടൻ തിരുവനന്തപുരം ഭാഷ എല്ലാവരും പറയാൻ അല്ലേ തള്ളേ പിള്ളേ അല്ലെ എന്തിന് ഏതെന്നൊക്കെ പറയാൻ മടിക്കുമ്പോൾ അതേ ഭാഷയിൽ പറഞ്ഞ് ഒരുപാട് ഫോളോവേഴ്സിനെയും സപ്പോർട്ടും സ്നേഹവും. അതല്ലെങ്കിൽ നമുക്കും ഒരു അവാർഡ് കിട്ടി. എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം. മുകേഷിൻ്റെ കൂടെ ഒരു കയ്യിൽ നിന്ന് എന്താ പറയുക ഒരു അവാർഡ് മേടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അംഗീകാരം തന്നെയാണ്. ഇതിനെല്ലാം അവസരം ഒരുക്കുന്ന ചെറുച്ചേട്ടനും അതുപോലെ തന്നെ വിജയിച്ചാനും ഒത്തിരി സ്നേഹവും സന്തോഷവും എന്നും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കും. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ ക്രിക്കറ്റുകളിലെ വീഡിയോ നമ്മുടെ അടിവാരത്തെ ക്രിക്കറ്റ് കളിച്ചിൻ്റെ വീഡിയോ ഇട്ട് അതാണ് പുറകിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളിലൂടെ ഇന്നലെ ഒരു ദിവസം കടന്നു പോകുന്നത്. മുകേഷിൻ്റെ ഒരു അവാർഡ് വളരെ എന്താ പറയുക അത്രത്തോളം അംഗീകാരം കിട്ടിയ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ടുണ്ടാകണം. മുമ്പോട്ടുള്ള വളർച്ചയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. മാക്സിമം ഞങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സപ്പോർട്ട് നമ്മൾ പരസ്പരം എല്ലാവർക്കും കൊടുക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട് തടിക്കാരൻ.